بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم الحمد لله رب العالمين نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين والآل والصحابة أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله لا إله إلا هو رب العرش العظيم قال سننظر أصدقت أم كنت من الكاذبين اذهب بكتابي هذا فألقه إليهم ثم تول عنهم فانظر ماذا يرجعون قالت يا أيها الملأ إني ألقي إلي كتاب كريم إنه من سليمان وإنه بسم الله الرحمن الرحيم صدق الله العلي العظيم صدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين صلى الإله على ابن عبد الله ذي خلق بنص الله كان عظيما فضلا غليظا لم يكن بل لينا برا رؤوف المؤمنين رحيما ബഹുമാനികളെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നാം ഇന്ന് സംസാരിക്കുന്ന വിഷയം ബിസ്മിയിലൂടെ എന്നതാണ്. ഇന്നലെ ഫാത്തിഹയുടെ തീരത്തു എന്ന വിഷയത്തെ ആസ്പദമാക്കി
ചുരുക്കം ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടല്ലോ. സൂറത്തുൽ ഫാത്തിഹ പരിശുദ്ധ ഖുർആനിന്റെ അസാസാണ് എന്ന്, അതിന്റെ അടിത്തറയാണ് എന്ന് ഇന്നലെ നാം ഉദ്ധരിച്ചിട്ടുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹയിലും മറ്റ് ബറാഅത്ത് സൂറത്ത് ഒഴിച്ച് എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിലും ഉള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വളരെ മഹത്തായ സൂക്തം. പരിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹി വഅലാ നബിയിന സ്വലാത്തു വസ്സലാം മഹാനവറുകൾ അയച്ച ഒരു കത്തിന്റെ വലിയൊരു ചരിത്രം പറയുന്ന സ്ഥലത്ത് മഹാനവറുകളുടെ കത്തിന്റെ തുടക്കം ഇന്നഹു മിൻ സുലൈമാന വ ഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നാണെന്ന് കത്ത് ലഭിച്ച രാജ്ഞി പറഞ്ഞ വിഷയം എടുത്തുദ്ധരിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആൻ ഈ മഹത്തായ സൂക്തം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ മഹത്തായ ആയത്ത്. അതിന്റെ ബഹുമാനം മാത്രം നാം പറയാൻ ഒരുമ്പെട്ടാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചാൽ അതിന് തന്നെ എത്രയോ ദിവസങ്ങൾ നാം സംസാരിക്കേണ്ടി വരും. 19 അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ളത്. നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടത് സബാനിയാക്കളായ മലക്കുകൾ 19 മലക്കുകളാണ്. അലൈഹാ 19 ഈ 19 മലക്കുകളുടെയും നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 19 സബാനിയാക്കളായ മലക്കുകളുടെയും അദാബിൽ നിന്ന് മനുഷ്യന് രക്ഷ കിട്ടാൻ കാരണമാകുന്ന 19 അക്ഷരങ്ങളടങ്ങുന്ന സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാത്രിയും പകലും കൂടി 24 മണിക്കൂറുകളാണ്. അതിൽ 5 മണിക്കൂറുകളിൽ നമുക്ക് 5 നേരത്തെ നിസ്കാരം ഉണ്ട്. ഈ 5 കഴിഞ്ഞ് 19 മണിക്കൂറുകൾ നിസ്കാരം ഉൾക്കൊള്ളാത്ത മണിക്കൂറുകൾ, ഫർളായ നിസ്കാരം ഉൾക്കൊള്ളാത്ത മണിക്കൂറുകൾ ഉണ്ട്. ഈ 19 മണിക്കൂറുകളിലും മനുഷ്യന് സംഭവിക്കുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന 19 അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഉണ്ട്. എന്നാൽ സൂറത്തു തൗബയിൽ തുടക്കത്തിൽ ഈ ആയത്ത് ഇല്ല. അതിന്റെ തുടക്കം